ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഫൈൻഡ് 7/24 മൈനസ് 17/36. അപ്പോൾ ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഡീഷൻ ആയിരുന്നു. ഇത് റാഷണൽ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്, 24ഉം 36ഉം ആണല്ലേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് നമ്പേഴ്സിനും കൂടെ ഇവിടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ LCM നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഞാൻ എടുത്തെഴുതുന്നില്ല. LCM ഓഫ് 24 ആൻഡ് 36 അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് എഴുതിയിട്ട് LCM കണ്ടുപിടിക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് നമ്പേഴ്സും കൂടെ ഒരുമിച്ച് എഴുതുക. എന്നിട്ട് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങളതിനെ ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ചെയ്താൽ 24നെ ചെയ്താൽ നമുക്ക് 12 കിട്ടും. 36 ഡിവൈഡഡ് ബൈ 2 ഈസ് 18. അഗെയിൻ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 6 2s are 12, 9 2s are 18. ഇനി നമുക്കിവിടെ 3 കൊണ്ട് ചെയ്യാം. 3 2s are 6, 3 3s are 9. അപ്പോൾ ഈ കിട്ടിയതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? 2 2s are 4, 4 3s are 12, 12 2s are 24, 24 into 3 that is 72. അപ്പോൾ LCM is 72 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിനോമിനേറ്ററിനെ 72 ആക്കി നമ്മൾ മാറ്റണം. അപ്പോൾ 7/24ൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 72 ആക്കണം. അപ്പോൾ 24നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 24 into 3 ആണ് 72. അപ്പോൾ ന്യൂമറേറ്ററിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 3s are 21. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നമ്മൾ ഡിനോമിനേറ്റർ 72 ആക്കി. ഇനി അടുത്തത് 17/36നെ നമുക്ക് ഡിനോമിനേറ്റർ എന്താക്കണം? 72 ആക്കി മാറ്റണം. അപ്പോൾ 36നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 72 കിട്ടുന്നത്. അപ്പോൾ 17നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 17 into 2 ഈസ് 34. അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും ഡിനോമിനേറ്റർ 72 ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 21/72 മൈനസ് 34/72 ഇസ് ഇക്വൽ ടു, ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ഡിനോമിനേറ്റർ അതേപോലെ ഞാൻ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇസ് ഇക്വൽ ടു, ഇനി 21 മൈനസ് 34, ചെറുതിൽ നിന്ന് വലുതാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? 34 മൈനസ് 21 ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 34 മൈനസ് 21 ഈസ് 13. അപ്പോൾ നെഗറ്റീവ് 13/72 എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 5/63 മൈനസ് -6/21. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ LCM കണ്ടുപിടിക്കണം. അപ്പോൾ LCM ഓഫ് 63 ആൻഡ് 21. അപ്പോൾ നിങ്ങൾ LCM കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ അടുത്തതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ആ മൾട്ടിപ്പിൾ ആയിരിക്കും LCM. ഇവിടെ നമുക്ക് 24ഉം 36ഉം എടുക്കുമ്പം 24ൻ്റെ മൾട്ടിപ്പിൾ അല്ല 36. അതുകൊണ്ടാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ LCM കണ്ടുപിടിച്ചത്. ഇവിടെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 21നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 63 കിട്ടുമോ എന്ന് നോക്കുക. അപ്പം നമുക്കിവിടെ 63യുടെ വൺസിൻ്റെ പ്ലേസിൽ 3 ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 21നെ ഒന്ന് 3 കൊണ്ട് ചെയ്ത് നോക്കാം. 1 into 3 3, 3 2s are 6. കണ്ടോ? 21നെ 3 കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് 63 കിട്ടി. അപ്പോൾ 21ൻ്റെ മൾട്ടിപ്പിൾ ആണ് 63. സോ LCM ഈസ് 63. ഏതാണോ മൾട്ടിപ്പിൾ അതായിരിക്കും LCM. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററും കൂടെ എന്തായിട്ട് മാറ്റണം? 63 ആയിട്ട് മാറ്റണം. അപ്പോൾ -6/21ൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 63 ആക്കണം. 21നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 63 കിട്ടുന്നത്. അപ്പോൾ 6 3s are 18. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 63 ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യാം? 5/63 മൈനസ് -18/63
ഇസ് ഇക്വൽ ടു ഡിനോമിനേറ്റർ ഒരേപോലെയാണ്. അപ്പോൾ ഡിനോമിനേറ്റർ അതേപോലെ കീപ്പ് ചെയ്യുന്നു. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. 5 മൈനസ് -18. ഇവിടെ സബ്ട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഈ മൈനസിനെ പ്ലസ് ആക്കിയിട്ട് ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ 2 മെത്തേഡിൽ ചെയ്യാം. ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓർത്ത് വെക്കാൻ ഈസി ആയിട്ടുള്ളത് കേട്ടോ. ഇസ് ഇക്വൽ ടു, അപ്പോൾ ഇതാ ഇവിടെയും മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. ഈ 2 മൈനസും കൂടെ എന്താവും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ എന്തായി? 5 + 18. അപ്പോൾ നിങ്ങളിങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഇതേപോലെ 2 നെഗറ്റീവുകൾ അടുത്തടുത്ത് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ അങ്ങ് പ്ലസ് ആക്കാം കേട്ടോ. ഈ മൈനസും കൂടെ പ്ലസ് ആവും. ഇസ് ഇക്വൽ ടു എന്ത് വന്നു? 23/63. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, -6/13 മൈനസ് -7/15. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റേഴ്സിന് എന്തില്ല? കോമൺ ഫാക്ടർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ LCM എന്ത് വരും? തേർഡ് വണ്ണിൻ്റെ LCM ഇസ് ഇക്വൽ ടു 13 × 15. 13 × 15 ചെയ്താൽ 5 3s are 15. 1 × 5 5 + 1 6. 1 × 3 3. 1 × 1 1. 5 9 1. 195 എന്ന് കിട്ടി LCM. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതുന്നു. -6/13 മൈനസ് -7/15. ഇവിടെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് 195 എന്ന് കിട്ടി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ 195 ആക്കി ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് എടുത്തെഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുവായതുകൊണ്ട് നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം. അപ്പോൾ എന്ത് വരും? -6 × 15 മൈനസ് -7 × 13. ഈ മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പത്തെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനൊക്കെ ചെയ്ത പോലെ -6/13 ഡിനോമിനേറ്റർ 195 ആക്കുക, -7/15 ഡിനോമിനേറ്ററും 195 ആക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ എടുത്തെഴുതുക. ഇതിപ്പോൾ നമുക്ക് ഡിനോമിനേറ്റേഴ്സിൽ കോമൺ ഫാക്ടർ ഇല്ലാതെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് LCM കണ്ടതുകൊണ്ട് ബട്ടർഫ്ലൈ മെത്തേഡിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത മെത്തേഡിൽ ചെയ്താലും ആൻസർ കിട്ടും, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇസ് ഇക്വൽ ടു 15 × 6 is 90. അപ്പോൾ -90 മൈനസ് 13 × 7 is 91. അപ്പോൾ -91 ഡിവൈഡഡ് ബൈ സൈനുകൾ ശ്രദ്ധിച്ചെഴുതുക കേട്ടോ. 195 ഇസ് ഇക്വൽ ടു -90. ഇവിടെ 2 മൈനസ് സൈനുകൾ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താവും? പ്ലസ് ആയിട്ട് മാറും. 91 ഡിവൈഡഡ് ബൈ 195. -90യും +91 കൂടെ എന്താവും? 1 - 1 പ്ലസ്സുമാണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ. അപ്പോൾ 91 - 90 ഈസ് 1. ബിഗിൻ്റെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ +1. പോസിറ്റീവ് ആണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ 1/195. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, -3/8 മൈനസ് 7/11. ഇവിടെ നമുക്ക് കോമൺ ഫാക്ടർ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അപ്പം -3/8 മൈനസ് 7/11 ഇസ് ഇക്വൽ ടു 11 × 8 ഈസ് 88. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? -3 × 11 മൈനസ് 7 × 8 is equal to 88. 11 × 3 is 33. -33 minus 7 × 8 56. ഇവിടെ രണ്ടും മൈനസ് ആണല്ലേ. -33 മൈനസ് 56 രണ്ടും മൈനസ് ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 6 + 3 9, 5 + 3 8, 89. -89/88 എന്ന് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ മിക്സ്ഡ് ആയിട്ട് എഴുതാം. അതായത് ഡിവൈഡ് ചെയ്യുക. 89ൽ 88 1 ടൈമാണ്, റിമൈൻഡർ ഈസ് 1. അപ്പോൾ 1
ബൈ 88. അതായത് ഡിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോഷ്യൻ്റ് ഇവിടെ എഴുതും, റിമൈൻഡർ ഇവിടെ എഴുതും, ഡിവൈസർ ഇവിടെ എഴുതും. മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് -2 1/9 -6. ഇതിനെ എന്താക്കി മാറ്റണം? ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പം നെഗറ്റീവ് സൈൻ നമ്മൾ അതേപോലെ അവിടെ ഇട്ടിട്ട് ബാക്കിയാണ് ചെയ്യുക കേട്ടോ. 9 2s are 18, 18 + 1 19. നിങ്ങൾ നെഗറ്റീവ് സൈനും കൂടെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ആൻസർ ആയിരിക്കും കിട്ടുക കേട്ടോ. 9 × -2 is -18 + 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -17 കിട്ടും. അപ്പോൾ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ നിങ്ങൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യുക. അതായത് 2 1/9 ചെയ്ത് നോക്കുക. അപ്പോൾ 9 2s are 18, 18 + 1 19. 19/9 - 6 എന്ന് കിട്ടി. അപ്പോൾ ഈ 6നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 6/1 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. LCM ഈസ് 9. 1 × 9 9. അപ്പോൾ LCM = 1 × 9 = 9. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താകണം? 9 ആകണം. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് 9 ആണ് വരേണ്ടത്. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 19 is 19. അപ്പോൾ -19 - 6 × 9. ഇത് ബട്ടർഫ്ലൈ മെത്തേഡാണ്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനുകൾ ചെയ്ത പോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് പിന്നെ ഒരുമിച്ച് എഴുതി ചെയ്യുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. -19 - 9 × 6 54 /9 2 നെഗറ്റീവാണ്. അപ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 19 + 54 is 73. -73/9. ഇവിടെയും ഇംപ്രോപ്പർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? മിക്സ്ഡ് ആക്കി മാറ്റണം. അപ്പോൾ 73/9 72 1. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് എഴുതുന്നത്? കോഷ്യൻ്റ് ഈസ് ഹോൾ നമ്പർ, റിമൈൻഡർ ഈസ് ന്യൂമറേറ്റർ ആൻഡ് ഡിവൈസർ ഈസ് ഡിനോമിനേറ്റർ. ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് കൊടുക്കാൻ മറന്നു പോകരുത്. അതിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, 5th 1ൻ്റെ ആൻസർ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.